ഹലോ ഗായ്സ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വയർലെസ് മൈക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് മൈക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അതായത് ഗ്രെനാറോ എന്ന ബ്രാൻഡിൻ്റെ S30 എന്ന് പറയുന്ന മോഡലാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. നമുക്കിതിൻ്റെ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ വാറണ്ടി കാർഡാണ് വരുന്നത്. നമ്മൾ മാറ്റി വെച്ചേക്കാം. അപ്പം ഇത് രണ്ട് വയർലെസ് മൈക്ക് വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിനൊരു ബോക്സ് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു C ടൈപ്പ് പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് മൈക്ക് പ്ലസ് റിസീവറാണ് വരുന്നത്. നമുക്ക് പിന്നെ ഇതിൽ ഉള്ള ബാറ്ററി പെർസെൻറ്റേജ് അറിയാനുള്ള ഒരു ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് മൈക്ക് വരുന്നത്. നല്ല ക്വാളിറ്റി ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഗ്രില്ലൊക്കെ നല്ല സ്റ്റീൽ ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതാണ് റിസീവർ വരുന്നത്. തൽക്കാലം നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വെക്കാം. പിന്നെ ബോക്സിൽ വരുന്നത് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ചാർജിങ് കേബിൾ ആയിരിക്കും. ഈ ബോക്സിൽ വരുന്നത് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് കേബിളാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള രണ്ട് പിന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും C ടൈപ്പാണ്. ഒരേ ടൈമിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേബിൾ ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റിൻ്റെ കൂടെ കാണുന്നത്. പിന്നെ നമുക്ക് ഐഫോണൊക്കെ യൂസേഴ്സ് ആണെങ്കിൽ ഐഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐഫോണിൻ്റെ പിന്നും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല കാര്യം. അത് റിസീവറിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഫോണിലേക്ക് കൊടുക്കാം. പിന്നെ ഓവറോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ വോയിസ് റെക്കോർഡ് എത്ര ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലൂടെ വരുന്ന വോയിസ് ആണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ റൂമിൽ ഫാൻ ഇട്ടിട്ട് ഇതിൻ്റെ നോയ്സ് എത്രത്തോളം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ റൂമിൽ ഇപ്പോൾ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ ഒരു സൗണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു 3 മോഡ് നോയ്സ് ക്യാൻസലേഷൻ കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ തവണ ഇത് പ്രസ് ചെയ്യുമ്പോഴും മോഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പവർ ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ഇപ്പോൾ കുറച്ചൊരു ഫാൻ്റെ സൗണ്ട് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ തവണ പ്രസ് ചെയ്യുമ്പോഴും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മാറും. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി നമ്മുടെ ഓഡിയോക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ തവണയാണ് ഇതിൻ്റെ മാക്സിമം പോയിട്ട് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. അത് നമുക്കിങ്ങനെ മാറുന്നത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കിയാൽ അറിയാം. അതിങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് ഒരു തവണ, സെക്കൻഡ് സ്റ്റേജ് 2 തവണ, തേർഡ് സ്റ്റേജ് 3 തവണ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇത്രത്തോളമാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു എക്കോ മോഡ് എന്നൊരു മോഡ് കൂടി വരുന്നുണ്ട്. അത് ഈ പവർ ബട്ടൺ 3 തവണ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു എക്കോ മോഡിലാണ് വരുന്നത്. നമുക്ക് ഒരു എക്കോ മോഡിൽ നമുക്ക് പാട്ട് പാടാനും അനൗൺസ് ചെയ്യാനൊക്കെ വരുന്നൊരു മോഡാണ്. അപ്പോൾ ഇത്രയുള്ള ഈ മൈക്കിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വാങ്ങാൻ പറ്റിയൊരു മോഡൽ മൈക്കാണ്. ഒരു 1850 രൂപ ഇതിന് വരുന്നുള്ളൂ. ആമസോണിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും കൊടുത്ത് വലിയ വിലേൻ്റെ മൈക്കൊന്നും നമ്മൾ ഫസ്റ്റിൽ മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഒക്കെ എത്രത്തോളം നമുക്ക് ബാക്കപ്പ് കിട്ടും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ട് വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.